മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെട്ട ദുരന്തത്തിലെ സഹായ പദ്ധതികളുടെ കാര്യത്തിൽ കേന്ദ്രത്തിൻ്റെ ഉരുണ്ടുകളിക്കെതിരെ സംസ്ഥാനം രംഗത്ത് വരുന്നു. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ല എന്നതടക്കമുള്ള കേന്ദ്ര നിലപാട് കേരളത്തോടുള്ള വലിയ വെല്ലുവിളിയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അല്പം മുമ്പ് കുറ്റപ്പെടുത്തി. കേരളത്തിനോട് ഇങ്ങനെ ഒരു നിഷേധാത്മകമായിട്ടുള്ള നിലപാട് എന്തിനാണ് കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്നത്? കേന്ദ്രം സാധാരണ കാണിക്കുന്നത് പോലെ കേരളത്തിനോടുള്ള അവഗണന എത്ര ശക്തമായി കാണിക്കുകയും ചൂരൽമലയിലെ ദുരന്തബാധിതരെ ഇനിയും ആക്രമിക്കാൻ ശ്രമിക്കുന്നത് പോലെയുള്ള നയങ്ങൾ തീരുമാനിക്കുകയും ചെയ്താലും ലോകത്തെ മലയാളികളുടെയും മനുഷ്യസ്നേഹികളുടെയും സഹായത്തോടെ ചൂരൽമലയിൽ അവസാനത്തെ ദുരന്തബാധിതനെയും ചേർത്തു പിടിച്ച് കേരളത്തിലെ ഗവൺമെൻറ് മുന്നോട്ട് പോകും. ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ഒരു പേടിയും പേടിക്കേണ്ട. ചൂരൽമലയിലെ മുഴുവൻ മനുഷ്യനെയും നഷ്ടപ്പെട്ട മനുഷ്യരെ തിരിച്ചു കൊടുക്കാനാകില്ല, പക്ഷെ നഷ്ടപ്പെട്ട ഭൗതിക സാഹചര്യങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എല്ലാ അർത്ഥത്തിലും സർക്കാർ ഉണ്ടാകും. പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് എല്ലാവരെയും കൂട്ടി ഒരു മനസ്സായി കേരളത്തിൻ്റെ അവകാശത്തിന് വേണ്ടിയുള്ള മുന്നേറ്റത്തിലേക്ക് കേരളം പോകും. അതിനിടയിൽ ഒരു അപകടത്തിൻ്റെ വാർത്ത വരുന്നു. കൊല്ലം അഞ്ചലിൽ നിയന്ത്രണം വിട്ട ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു. ഒരു യുവാവിന് ദാരുണാന്ത്യമുണ്ടായി. ഏരൂർ ഐലറ സ്വദേശി സുബിനാണ് മരിച്ചത്. 21 വയസ്സ് പ്രായമുണ്ടായിരുന്നു. വീണ്ടും വയനാട്ടിലേക്ക്. വയനാടിൻ്റെ കാര്യത്തിൽ കേന്ദ്രം താല്പര്യമെടുത്തില്ലെന്ന് ഡൽഹിയിലെ കേരളത്തിൻ്റെ പ്രത്യേക ദൂതൻ KV തോമസും പറഞ്ഞു. കേന്ദ്ര സർക്കാർ നിലപാടിൽ കടുത്ത നിരാശയിലാണ് മുണ്ടക്കൈ ചൂരൽമല പ്രദേശവാസികൾ. അവരുടെ പ്രതികരണങ്ങൾ കൂടി പ്രേക്ഷകർ കേൾക്കുക. ഈ ഇന്ത്യ രാജ്യത്ത് ഇത്രയും വലിയ ദുരന്തം വേറെ ഒരിടത്തും ഉണ്ടായിട്ടില്ല. ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ഒരിടത്തും ഉണ്ടായിട്ടില്ല. അത് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചില്ല. പിന്നെ ഏതാണ് ഇവർ ഈ സർക്കാർ പ്രഖ്യാപിക്കുക? പ്രധാനമന്ത്രി ഇവിടെ വന്ന് കുട്ടീനെയൊക്കെ കളിപ്പിച്ച് പോയി എന്നല്ലാതെ ഈ പ്രദേശത്ത് വന്ന ഒരു പ്രശ്നമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമന്ത്രി BJPയുടെ പ്രധാനമന്ത്രിയാകാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമുക്കിപ്പോൾ തന്നെ അറിയാം, ആന്ധ്രാപ്രദേശിലേക്ക് 70,000 കോടി രൂപ കൊടുത്തിരിക്കുന്നത്, ബീഹാറിലേക്ക് കൊടുത്തു. അത് സെപ്പറേറ്റ് ഒരു പാക്കേജ് തന്നെ വയനാട് ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് സെപ്പറേറ്റ് പാക്കേജ് തന്നെ പ്രഖ്യാപിക്കണം. എന്നാലേ നമുക്കുണ്ടാവുള്ളൂ. നമുക്ക് SDRF ഫണ്ട് നിങ്ങൾ പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരു വീടിന് 1 ലക്ഷം രൂപ വരുന്നത്. അതുപോലെ തന്നെ റോഡ് വരുന്ന സമയത്ത് 1 കിലോമീറ്റർ 70,000 ഉറുപ്പിക വെച്ച് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയും. ഇവിടെ പ്രധാനമന്ത്രി വന്ന് പോയതിനു ശേഷം പറഞ്ഞത്, നിങ്ങളൊരു മെമ്മറാണ്ടം കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പോൾ 106ാമത്തെ ദിവസമാണ് ഇന്നത്തേക്ക്. പക്ഷേ ഇന്ന് വരെയായിട്ട് 1 രൂപ പോലും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇതും ഉണ്ടായിട്ടില്ല. ഇനി ഞങ്ങളെയൊക്കെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഇനി വരുന്ന MP ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ചൂരൽമലയ്ക്കും ഈ മുണ്ടക്കായ്ക്കും ആളുകളുടെ ശബ്ദം ഉയർത്തുന്നതാണ് എൻ്റെ ഇതിൽ പറയാനുള്ളത്. സ്വമേധയാ എടുത്ത കേസ് ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച് ഇന്ന് പരിഗണിക്കുകയാണ്. ഈ വാർത്തയെ ആഴത്തിൽ പരിശോധിക്കാൻ വിവരങ്ങളുമായി ഹാഷ്മി താജ് ഇബ്രാഹിം, KR ഗോപികൃഷ്ണൻ, സുർജിത് അയ്യപ്പത്ത്, വിഷ്ണു സുരേഷ്, വിനീത VG എന്നിവർ നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ഹാഷ്മി താജ് ഇബ്രാഹിമിലേക്ക്. ഹാഷ്മി, കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സങ്കടകരമായ കാര്യമാണ്. ആന്ധ്രയ്ക്ക് കിട്ടിയോ ഹൈദരാബാദിന് കിട്ടിയോ എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. വയനാടിന് കിട്ടിയില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം പ്രധാനമന്ത്രി അവിടം സന്ദർശിച്ച് അവിടുത്തെ ദുരിതബാധിതരെയൊക്കെ നേരിൽ കണ്ടു. അവിടുത്തെ അപകടത്തിൻ്റെ വ്യാപ്തി എന്നത് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. മാത്രമല്ല, അദ്ദേഹം കുറേ മണിക്കൂറുകൾ അവിടെ ചെലവഴിച്ചു. അതൊക്കെ നമ്മളിൽ ഉണ്ടാക്കിയ ഒരു ഇംപ്രഷനുണ്ട്. കേന്ദ്രം മെമ്മോറാണ്ടം എത്തിയാലുടൻ വലിയ സഹായവുമായി എത്തും. എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്ത വല്ലാതെ കേരളത്തെയും വയനാടിനെയും നിരാശപ്പെടുന്നു എന്നതാണ്. ശരിക്കും ഈ എല്ലാ രാഷ്ട്രീയത്തിനും അപ്പുറം ദുരന്തം ബാധിക്കുന്ന ആളുകളെ സഹായിക്കുക എന്നുള്ളത് ഭരിക്കുന്ന സർക്കാരുകളുടെ ബാധ്യതയാണ്, ധർമ്മമാണ്. പറയൂ ഹാഷ്മി. ഉറപ്പായും നമ്മൾ വയനാട് വോട്ടെടുപ്പിൻ്റെ ഭാഗമായി നമ്മൾ വയനാട് പോയതാണ്. നമ്മൾ വയനാട് ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി വൈകിയത് കാരണം ഇന്നലെ രാവിലെയാണ് ചുരമിറങ്ങിയത്. അവിടെ നിന്ന് ഇന്നലെ വൈകി ലേറ്റാണ് നമ്മൾ എത്തുന്നത്. നമ്മൾ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ അവിടുത്തെ ഈ പോളിംഗ് ശതമാന കുറവിനെ പറ്റി രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രാഷ്ട്രീയ ചർച്ചകൾ നടത്തുന്നുണ്ട്. അതിപ്പോൾ രാഷ്ട്രീയം പറയാത്തതുകൊണ്ടാണെന്ന് LDF പറയുന്നുണ്ട്. ഇത് ബാധിക്കാൻ പോകുന്ന LDFനാണ് T സിദ്ദിഖ് പറയുന്നുണ്ട്. അവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ ചർച്ച അങ്ങോട്ടും ഇങ്ങോട്ടും തുടരുമ്പോൾ നമ്മൾ അവിടെ ഏറ്റവും ചുരുങ്ങിയത് ഒരു 100 മനുഷ്യമായി നമ്മൾ അവിടെ പല ബൂത്തുകളിൽ സംസാരിച്ചിട്ടുണ്ട്, റോഡുകളിൽ സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് എൻ്റെ വ്യക്തിപരമായ ബോധ്യം അവിടെ പോളിംഗ് ശതമാനം കുറയാനുള്ള കാരണം അവിടുത്തെ മനുഷ്യർ, അത് മുണ്ടക്കൈ ചൂരൽമല മേഖല മാത്രമല്ല, വയനാട്ടിലെ ഒന്നാകെയുള്ള മനുഷ്യരുടെ മനസ്സിനെ നിരാശ ബാധിച്ചിട്ടുണ്ട്. ആകെ ഒരു നിസ്സംഗത ബാധിച്ചിട്ടുണ്ട്. അവിടെ ഈ ദുരിതം ബാധിച്ചത് ചൂരൽമല മുണ്ടക്കൈ മേഖലയിലെ ആളുകളെ നേരിട്ടാണെങ്കിൽ വയനാട് ഒന്നാകെ എന്ന് പറഞ്ഞാൽ പല ടൂറിസ്റ്റുകളെയും ആശ്രയിച്ച് അല്ലെങ്കിൽ ചുരം കയറി വരുന്ന ആളുകളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വലിയ മേഖലയിൽ വലിയ വരുമാന നഷ്ടമുണ്ടാകുന്നു. അവർക്കാകെ നിസ്സംഗതയാണ്. ഉറപ്പായും നമ്മുടെ വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ആഘാതം ബാധിച്ചിരിക്കുമ്പോൾ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത്രത്തോളം വലിയ രാഷ്ട്രീയ പ്രബുദ്ധതയൊക്കെ ഉണ്ടാവണം. അത് എത്ര പേർക്ക് ഉണ്ടാകുമെന്ന് അറിയില്ല.
എൻ്റെ വ്യക്തിപരമായ ബോധ്യം എസ് കെ അവിടെ പോളിംഗ് ശതമാനം കുറയാനുള്ള കാരണം ആ മനുഷ്യരുടെ മനസ്സിലുണ്ടായിട്ടുള്ള നിസ്സംഗതയാണ്. അങ്ങേരത്തെ നിസ്സംഗതയും വേദനയും നിരാശയുമാണ്. ഉറപ്പായും എസ് കെ കെ വി തോമസ് വലിയ പ്രതീക്ഷയോടെ അല്ലെങ്കിൽ സംസ്ഥാനം വലിയ പ്രതീക്ഷയോടെ കേന്ദ്രത്തിൽ കിട്ടുന്ന സഹായത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അത്രത്തോളം നമ്മൾ സമാനതകളില്ലാത്ത രാജ്യം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ, രാജ്യം കണ്ട ഏറ്റവും വലിയ ആളുകൾ മരിച്ച ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര സഹായത്തിനോട് പ്രതീക്ഷാപൂർവ്വം സംസ്ഥാന സർക്കാർ മാത്രമല്ല ഈ നാട്ടിലെ ഓരോ മനുഷ്യരും കാത്തിരിക്കുകയായിരുന്നു. ആ മനുഷ്യരോട് മാത്രമല്ല ഇന്ന് നമുക്ക് പൂർണ്ണമായും ഈ സഹായം കിട്ടിയില്ല എന്ന് പറയാൻ സമയമായിട്ടില്ല. കാരണം ഇന്ന് കോടതിയിൽ പരാമർശങ്ങൾ വരും, കോടതിയുടെ നിഗമനങ്ങൾ വരും. അത് കൂടാതെ തന്നെ സർക്കാർ കണക്കുകൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. സർക്കാരിൽ നിന്നും സമ്മർദ്ദം ഉണ്ടാകും. എസ് കെ ഉറപ്പായും എസ് കെ ഏറ്റവും ഒടുവിൽ ഇത് കോടതി പരിഗണിക്കുമ്പോൾ അമിക്കസ് ക്യൂറി പറഞ്ഞാണ്. അമിക്കസ് ക്യൂറി കോടതിയിൽ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു. അന്ന് അമിക്കസ് ക്യൂറി രഞ്ജിത്ത് അമ്പാനാണ് കോടതിയിൽ പറഞ്ഞു ഇത് L3 പട്ടികയിൽപ്പെടുന്ന ദേശീയ ദുരന്തത്തിൻ്റെ പട്ടികയിൽപ്പെടുന്ന ദുരന്തമായി പ്രഖ്യാപിക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടണമെന്ന് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു. അതിൽ ഉത്തരവ് ഭാഗത്ത് പറഞ്ഞിരുന്നത് ഡെസ്കിന് പറയുന്നത് ഇങ്ങനെയാണ്. ഈ പറയുന്ന എന്താണ് ശ്രീ AR സുന്ദരേശൻ ദ ലേൺ സീനിയർ panel council appearing the Union of India that the decision of high level committee on the said aspect is expected within 2 weeks എന്ന് പറഞ്ഞാൽ ഇത് L3 പട്ടികയിൽ ഉൾപ്പെടുത്തണം അല്ലെങ്കിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന കാര്യം ഉന്നതതല സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം കേന്ദ്രം കാത്തിരിക്കുന്നു കോടതിയിൽ കേന്ദ്രം പറഞ്ഞതാണ്. അപ്പോൾ അതിന് ഘടകവിരുദ്ധമായാണ് ഇപ്പോൾ കെ വി തോമസിന് കിട്ടിയിരിക്കുന്ന മറുപടി. ആ മറുപടിയിൽ പറയുന്നത് ഇത് ദേശീയ ഒരു നിമിഷം ആഷ്മി,